നാമമേനിക്കു പാർക്കാം. എത്ര മധുരമാവൻ നാമമേനിക്കു പാർക്കാം. ഓട്ടുവരും തോറും ആദിമാഞ്ഞു പോകുന്നു. ഓട്ടുവരും തോറും ആദിമാഞ്ഞു പോകുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 33-ാം സങ്കീർത്തനം 16-ാം വാക്യം. സൈന്യഭുഗത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. ഭൂമിയിലെ ശക്തിയും സൈനിക ശക്തിയും രക്ഷയുടെയോ വിജയത്തിൻ്റെയോ ആത്യന്തിക ഉറവിടമല്ലെന്ന് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ ശക്തിയെയും രാഷ്ട്രങ്ങളുടെ മേലുള്ള പരമാധികാരത്തെയും സങ്കീർത്തനം പ്രശംസിക്കുന്നതോടൊപ്പം യഥാർത്ഥ വിടുതൽ ദൈവത്തിൽ നിന്നാണെന്ന് എടുത്തു കാട്ടുകയും ചെയ്യുന്നു. ഏറ്റവും ശക്തരായ വ്യക്തികളും സൈന്യങ്ങളും പോലും ദൈവത്തിൻ്റെ പ്രീതിയിലും സംരക്ഷണത്തിലും ആശ്രയിക്കുന്നുവെന്ന് ഈ വാക്യം വ്യക്തമാക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഒരു രാജാവ് തൻ്റെ സൈന്യത്തിലും ഒരു യോദ്ധാവ് തൻ്റെ ശക്തിയിലും ആശ്രയിച്ചേക്കാം. എന്നാൽ യഥാർത്ഥ രക്ഷയും വിടുതലും ലഭ്യമാകുന്നത് ദൈവത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ എല്ലാം കാണുന്ന കണ്ണിലേക്കും അവനെ ഭയപ്പെടുന്നവരോടുള്ള അവൻ്റെ സ്നേഹത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ യഥാർത്ഥ സുരക്ഷയും വിജയവും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയും. ഈ രക്ഷ അനുഭവിപ്പാൻ തക്കോണം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തിയിൽ ആശ്രയിക്കാതെ നിന്നിൽ ബലം കണ്ടെത്തുവാനുള്ള കൃപ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.